ചിലതൊക്കെ കഴിക്കണം. ശ്രീദേവിയെ എല്ലാരും കഴിച്ചോ? അനുചേട്ടൻ കഴിച്ചോ ചേട്ടാ? ജാൻവി സുബിൻ, ഗുഡ് മോർണിംഗ് ജാൻവി. ലൈവിലേക്ക് സ്വാഗതം. വരുന്നവരൊക്കെ ലൈക്ക് അടിച്ച് വരണേ. ലൈക്ക് അടിക്കാൻ ആരും മറന്നു പോകരുത്. ചിരിക്കുന്നത് നല്ലതാ, ചുമ്മാ ചിരിച്ചോ. ചിരിക്കുന്നത് നല്ലതാ, ചുമ്മാ ചിരിച്ചോളാൻ പറയുന്നുണ്ട്. അല്ല, വെറുതെ ഇരുന്ന് ചിരിക്കുവാണെങ്കിൽ അനുക്കുട്ട ആരെങ്കിലും ചെമ്പരത്തി പോയിക്കും. മിക്കവാറും ആൾക്കാർ പറയുന്നുണ്ട്. മുമ്പേ ഒരാൾ വന്നിട്ട് പറഞ്ഞു, തലമുടി ഷിനോജ് എന്ന് പറഞ്ഞ പറഞ്ഞു, തലമുടി രണ്ട് ഫാദറെ കെട്ടി വെക്കാനെന്ന്. കഴിച്ചു എന്ന് തോന്നുന്നു. സത്യം പറഞ്ഞ ലൈവ് ഒക്കെ ചെയ്ത് ആർക്കും കിളി പോയിരിക്കുക. കഴിച്ചോന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. ഇരുന്ന് വിരിഞ്ഞി ഫൈസൽ ഇവളുടെ ഇരുന്ന് വേറിറങ്ങിയ ശ്രീദേവിയെ ശ്രുതിയെ, തിരുമേനിയെ, അനുചേട്ടോ, അനീഷ് മോനെ, സിപിയെ, ഫൈസലെ. അയ്യോ, ഇന്ന് നമുക്ക് പട്ടിണി കിടക്കാം. അയ്യോ, ഇന്നാളി കഴിഞ്ഞ ദിവസം ഞാൻ ബസ്സേ കയറിയപ്പോ ഒരു ചെറുക്കന്, ഒരു പെണ്ണ് ടോപ്പ് ഇട്ടേക്കുന്ന ടോപ്പിൽ ഒരു വള്ളിയുണ്ട്. ആ ചെറുക്കൻ എന്തെന്ന് അറിയാവോ? ആ കൊച്ചു സമയമായപ്പോ എണ്ണീറ്റപ്പുറത്തേക്ക് ആ വള്ളി എടുത്ത് ആ ഇരിക്കുന്ന സീറ്റിലോട്ട് തന്നെ കെട്ടിവെച്ചു. ഓക്കെ, ശരി തിരുമേനിയെ. ഓക്കെ ശരി തിരുമേനിയെ. ഞാൻ തിരുമേനി ഇടയ്ക്ക് പറയുന്നത് കേട്ടിട്ടുണ്ട്, കഞ്ഞി ഉണ്ടാക്കുന്ന കാര്യം പറയുന്നത് കേട്ടിട്ടുണ്ട്. ശരി. ഇല്ല, കഴിച്ചില്ല. ഇവിടെ 7:55. ശ്രുതി ശരിക്കും എവിടെയാ? അപ്പൊ നാട്ടിലല്ലോ അല്ലേ? ഗൾഫില. ഓക്കെ. സൈഡിൽ മുടി കെട്ടേണ്ട, മുകളിലാ കെട്ടി വെക്കുന്നേ. ഇങ്ങനെ ഞാൻ മുകളിൽ കെട്ടി ഞാൻ തലമുടി പോയിരിക്കുന്നുണ്ടോ? എനിക്ക് ഉച്ചയ്ക്ക് കെട്ടി വെക്കുന്നതാണ് കോൺഫിഡന്റ്. ഇവിടെ ഇരിക്കും തലമുടി. ആ തലമുടി പിറ്റേ ദിവസം വരെ അവിടെ ഇരിക്കും. അങ്ങനെയാണ് ഇപ്പോഴേ ഉള്ള തലമുടി ഇങ്ങനെ കെട്ടി വെക്കുന്നത്. ഇവിടെ ഉണ്ട്. ഓക്കെ. എന്റെ പെങ്ങളെ ഇതൊന്നും ലൈവിലൂടെ എങ്ങനെ വിളിച്ച് പറയരുതേ. ഈ മേലെ കെട്ടി വെച്ചിരിക്കുന്ന മുടി എന്ന് പറഞ്ഞാൽ എന്ത് കുളിയും നനയൊന്നും ഇല്ലെന്നാണ് അത് പറയുന്നത്. ഇന്ന് കെട്ടി വെക്കുന്ന മുടി തൊട്ടടുത്ത ദിവസം വരെ അങ്ങനെ ഇരിക്കും എന്ന് പറയണേ. അയ്യോ, സെൽഫോൾ അടിക്കുവാണ് രാവിലെ. അല്ല, തലമുടി ഉണങ്ങി കഴിയുമ്പോ അങ്ങനെ വെക്കും. രാവിലെ മാത്രമേ തല കുളിക്കത്തുള്ളൂ ഞാൻ. അല്ല, അത് എടുത്തു പറഞ്ഞാലേ അറിയുള്ളൂ. ഇന്ന് കെട്ടിയ മുടി നാളെ ആയാലും അതുപോലെ തന്നെ ഇരിക്കും എന്ന് പറഞ്ഞ. നാളെ എപ്പോഴാണോ അറിയില്ലല്ലോ. ഒരു ദിവസം 24 മണിക്കൂറല്ലേ? അല്ല, രാവിലെ കെട്ടി വെക്കും. പിറ്റേ ദിവസം രാവിലെ അമ്മ അയക്കും. ആ തലമുടി കൂടെ ഇരിക്കും. കെട്ടി വിടാൻ വെച്ചേക്കും. അങ്ങനെ രാവിലെ കുളിച്ചു എന്റെ തലമുടി തൊട്ട് നോക്ക്. അനുചേട്ടൻ പോയോ ചേട്ടാ? ജോലി ഉണ്ട് അനീഷ് മോനെ, ലിജിക്കുട്ടി ഒക്കെ തിരുമേനി വന്നതിൽ ഒത്തിരി സന്തോഷം. അനീഷ് ഭായി കുഴപ്പമില്ല. നമ്മളെ ലിജിപ്പങ്ങൾ മോണയാകുമ്പോ നമുക്ക് പെൻഷൻ മേടിക്കാം. നിങ്ങൾ ആരും പണിക്ക് പോകണ്ട. തീർച്ചയായിട്ടും ഞാൻ ജോലിക്ക് CP ജോലി എവിടെ കിടക്കട്ടെ എന്ന് പറയുന്നുണ്ട്. CP ജോലി എവിടെ കിടക്കട്ടെ. തിരുമേനി പറയുന്ന കേട്ടോ, പൈസ ലിജിക്കുട്ടി ആഴ്ചയിൽ ഒരിക്കലേ കുളിക്കാറുള്ളൂ എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പിള്ളേര് പട്ടിണിയാവില്ലേ എന്ന് പറയുന്നുണ്ട്. CP തങ്ങളെ നടക്കട്ടെ. ബഹ്റൈനാണ് പറയുന്നത്. ഡ്രീം സ്ഥലത്താന്ന് ചോദിക്കുന്നുണ്ട്. ലിജി ഗൂഗിൾ പേ ചെയ്തു തരാം. എന്തുവാ വേണ്ടത് CP? നിനക്ക് എന്തുവാ വേണ്ടത്? അനീഷ് അനു എന്ന് പറഞ്ഞ ചേട്ടൻ പോയോ? വഴിയില്ല. അനു പോയോ ചേട്ടാ? ചേട്ടൻ പോയോ ചേട്ടാ? നമ്മുടെ PS ബ്രദർ എന്തിയെ വന്ന ഉടനെ ജസ്റ്റ് തല കാണിച്ച് കുറെ സ്നേഹമൊക്കെ തന്നിട്ട് വലിഞ്ഞ ആള് ഡ്യൂട്ടിയിലായിരിക്കുവോ? കണ്ടില്ലല്ലോ. അങ്ങനെയൊന്നുമില്ല. ആള് അങ്ങനെയൊന്നുമില്ല. പുള്ളി നമ്മുടെ ഒരു ജ്യേഷ്ഠസ്ഥാനീയനാണ് പുള്ളിക്കാരൻ. പുള്ളിക്കാരൻ അങ്ങനെയൊന്നുമില്ല. ആള് കേട്ടില്ല. ഫൈസൽ തിരുവേനി കേട്ടായിരുന്നു. അപ്പൊ വെള്ളം കുടിക്കായിരുന്നു, അതുകൊണ്ടാ റിപ്ലൈ തരാത്തേട്ടാ. അതൊക്കെ കേട്ടു. ഇവളെ മോണിയാക്കിയിട്ട് വേണം നാട്ടിലൊന്നും സെറ്റിലാകാനോ? അതെ. അല്ല, മോണിയായിട്ട് വേണം മനോജ് ഭായി നമുക്കൊക്കെ ഒരു മെമ്പർഷിപ്പ് എടുക്കാനായിട്ട്. അതുകൊണ്ടാണ് മെമ്പർഷിപ്പ് സൂപ്പർ ചാറ്റ് ഒക്കെ വേണം. അതുകൊണ്ട് ശരിക്കും ആ സമയത്ത് നമ്മളാണ് പണിക്ക് പോകേണ്ടത്.